സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന വിശേഷാൽ പരിപാടിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുന്നയൂർ കുളത്ത് ആൽത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തെയാണ്. ഏറെ സവിശേഷതകളും അത്രമേൽ അപൂർവതകളും ഐതിഹ്യ പെരുമയും നിറയുന്ന ഈ വൈഷ്ണവാലയം പുന്നയൂർ കുളത്തിൻ്റെ ഗ്രാമക്ഷേത്രം കൂടിയാണ്. പഞ്ചപാണ്ഡവരിൽ ധർമ്മപുത്രരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അപൂർവത. രാവിലെ ഉഷപൂജയ്ക്ക് ശ്രീകൃഷ്ണനായും ഉച്ചപൂജയ്ക്ക് ശ്രീരാമനായും വൈകിട്ട് നരസിംഹസ്വാമിയുമായാണ് ഇവിടെ സങ്കല്പം. ഭഗവാൻ ഉഗ്രരൂപത്തിലായതിനാൽ ഭഗവത് ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ദേവന്റെ ഉഗ്രത ശമിപ്പിക്കുവാനായി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വിസ്തൃതമായ ഒരു കുളമുണ്ട്. പുരോഗമനത്തിന്റെ പാതയിലാണ് ഇന്ന് ഈ ക്ഷേത്രം. ദേശത്തിന്റെ നാഥന് ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രം ഗാത്രസമാനം എന്ന ആപ്തവാക്യത്തിൻ്റെ അർത്ഥതലം പോലെ ക്ഷേത്രമാകുന്ന ശരീരത്തിൻ്റെ നട്ടെല്ലാണ് ധ്വജം. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കാവുന്ന അത്യപൂർവ ജന്മസുഹൃതമാണ് ഈ ധ്വജപ്രതിഷ്ഠയിൽ നമ്മുടെ പങ്കാളിത്തം കൊണ്ട് വന്നു ചേരുന്നത്. ശ്രീ മഹാഗണപതിയും ഭഗവതിയും ശാസ്താവും ക്ഷേത്രപാലകനും യോഗീശ്വരനും നാഗങ്ങളുമാണ് ഇവിടുത്തെ ഉപദേവ പ്രതിഷ്ഠകൾ. വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷം ഏകാദശി വലിയ വിളക്കായി വരുന്ന വിധത്തിൽ ഭഗവാന് കളഭാഭിഷേകം നടത്തി കൊടി കയറി ദ്വാദശി ദിവസം ആറാട്ടോടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾ എല്ലാ ഭക്തശ്രദ്ധകളെയും ആകർഷിക്കുന്നതാണ്. ദിനംപ്രതി ഇവിടെ മംഗല്യപൂജ ധാരാളമായി നടക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയാവുന്ന സവിശേഷത. പല പല ദേശങ്ങളിൽ നിന്നുവരെ മംഗല്യപൂജ നടത്തുവാൻ ഭക്തരെത്തുന്നു എന്നത് മംഗല്യപൂജയുടെ പ്രാധാന്യത്തെയും ഫലശ്രുതിയെയും പ്രത്യേകം എടുത്തുകാട്ടുന്നു. മകരമാസത്തിലെ അവിട്ടം നക്ഷത്രമാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായി കണക്കാക്കി കലശ ചടങ്ങുകളോടെ ആചരിച്ചു വരുന്നത്. ശ്രീകൃഷ്ണനായും ശ്രീരാമനായും നരസിംഹസ്വാമിയായും ഭക്തചിത്തങ്ങളിൽ കുടികൊള്ളുന്ന ചിത് സ്വരൂപൻ സാക്ഷാൽ ശ്രീ ഗോവിന്ദപുരത്തപ്പൻ്റെ അനുഗ്രഹ കൃപ കടാക്ഷ പുണ്യം തേടിയെത്തുന്ന ഓരോ ഭക്തമാനസങ്ങൾക്കും ലഭിക്കുന്ന ജന്മസുഹൃതമാണ് ഈ പരിഭാവനവും പരമപവിത്രവുമായ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം. ഓം വിഷ്ണവേ നമഃ.